ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസിലെ ഫോക്കസ് ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഒന്ന് പറഞ്ഞതിന് ശേഷം പ്രോബ്ലംസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ് ഉള്ളത്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. ഇതുപോലെ ബാക്കി എല്ലാ ഫങ്ഷൻസിനും എഴുതാം. അതായത് ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയതിനു ശേഷം എക്സ് വരും. ഇവിടെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോഴും ഇത് രണ്ടും കൂടി ക്യാൻസലായിട്ട് എക്സ് കിട്ടും. എക്സ് അവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 വരുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ഫങ്ഷൻസിനും നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. തിരിച്ചു വേണമെങ്കിൽ നമുക്കിവിടെ പറയാം, കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ബാക്കി എല്ലാ ഫംഗ്ഷനും ഇതുപോലെ തന്നെ എഴുതാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് -x = സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ മൈനസ് പുറത്തേക്ക് എഴുതുക. ടാൻ ഇൻവേഴ്സ് -x എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാം മൈനസ് പുറത്ത് വരും. കോസ് ഇൻവേഴ്സ് -x π - കോസ് ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നത്. കോട്ട് ഇൻവേഴ്സ് -x π - കോട്ട് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ π - സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ മൈനസ് വരുന്നിടത്ത് π മൈനസ് എന്നാണ് എഴുതുന്നത്. π - കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് -x, കോട്ട് ഇൻവേഴ്സ് -x, സീക്ക് ഇൻവേഴ്സ് -x, ഇതിനെല്ലാം π മൈനസ് എന്ന് എഴുതണം. ഇവിടെ ആദ്യം പറഞ്ഞതിന് മൈനസ് മാത്രമേ ഉള്ളൂ, സൈൻ ഇൻവേഴ്സ് എക്സ്. അടുത്ത പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ π/2. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ π/2. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ = ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത് x + y/1 - xy. xy <1. അപ്പോൾ ഈ xyയുടെ വാല്യൂ 1നേക്കാൾ ചെറുതായിരിക്കണം. xy x/y മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ <1 ആയിരിക്കണം. എന്നാലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഈ പ്ലസ് അങ്ങ് മൈനസ് ആവുകയാണെങ്കിൽ, ഇവിടെ മൈനസ് ആണെങ്കിൽ ഈ പ്ലസ് മാറി ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് ആവും. അപ്പോൾ അടുത്ത റിസൾട്ട് അതാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x - y/1 + xy. അപ്പോൾ ഇവിടെ മൈനസ് വന്നു, അപ്പോൾ ഈ മുകളിൽ മൈനസ് വരും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ xyൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ >−1 ആകണം. -1 ആകണം. അപ്പോൾ അടുത്ത ഈ xy <1 ആണെങ്കിലാണ് നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കുന്നത്. ഇനി xy >1 ആണെങ്കിൽ വേറെ റിസൾട്ടാണ്. നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് എഴുതാം. π+ ആഡ് ചെയ്യുക. π+ ബാക്കി സെയിം തന്നെ ടാൻ ഇൻവേഴ്സ് x + y/1 - xy. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. π+ എന്ന് വരും xy >1 ആണെങ്കിൽ. അപ്പോൾ xy <1 ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. x ഉം y കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ <1 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് വരാറുള്ളത്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x + y/1 - xy. ഇത് ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. ഇപ്പോൾ ഈ എക്സും വൈയും ഞാൻ ഈ y മാറ്റിയിട്ട് ഇവിടെ x തന്നെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇവിടെയും ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഈ y മാറ്റി x കൊടുക്കുമ്പോൾ അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെ വരും? ടാൻ ഇൻവേഴ്സ് x പ്ലസ് ഈ വൈക്ക് x കൊടുത്തു, അപ്പോൾ x + x എന്ന് വരും. അപ്പോൾ എന്താ? 2x/1 - x × x എന്ന് പറഞ്ഞാൽ x² എന്ന് വരും. അപ്പോൾ ഈ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ റിസൾട്ട് എങ്ങനെ മാറി? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. വൈയുടെ സ്ഥാനത്ത് നമ്മൾ x എന്ന് കൊടുത്തു. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്നും പറഞ്ഞ് ഈ റിസൾട്ട് ഒന്ന് കാണാൻ പഠിക്കേണ്ടതാണ്. ടാൻ ഇൻവേഴ്സ് 2x/1 - s². അപ്പോൾ ഇതിനകത്ത് ഈ വൈക്കും കൂടി x കൊടുത്താൽ മതി. അപ്പോൾ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. 2 ടാൻ ഇൻവേഴ്സ് എക്സ് = ടാൻ ഇൻവേഴ്സ് 2x/1 - s².
അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇവിടെ ഈ ടാൻ ഇൻവേഴ്സിനെ നമുക്ക് സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റാം. അപ്പോൾ അത് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ആംഗിൾ തീറ്റ എന്ന് കൊടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതായിട്ട് എടുക്കുക. 1 - s² അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. ടാനിൻ്റെ റിസൾട്ട് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് 2x എടുത്തു, അഡ്ജസൻറ്റ് സൈഡ് 1 - s² എടുത്തു. അപ്പോൾ ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ട് റൂട്ട് ഓഫ് ഇങ്ങനെ വരും. റൂട്ട് ഓഫ് ഈ 2x സ്ക്വയർ പ്ലസ് 1 - x² ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് അതുപോലെ കോസാകുമ്പം അഡ്ജസൻറ്റ് സൈഡ് തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് വരുന്നു അല്ലേ തീറ്റ. അപ്പോൾ 1 - s² ബൈ 1 + s². അപ്പോൾ കോസ് ഇൻവേഴ്സ് 1 - s² ബൈ 1 + s². അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഈ പഠിച്ച റിസൾട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ഈ പ്രോപ്പർട്ടീസൊക്കെ വെച്ചുകൊണ്ട് നമ്മളിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് 2 tan inverse 1/2 പ്ലസ് tan inverse 1/7 ഈസ് ഈക്വൽ ടു tan inverse 31/17. ഇങ്ങനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ഏതായിരുന്നു? tan inverse എക്സ് എ പ്ലസ് tan inverse വൈ ആണ്. ഇവിടെ ഒരു 2 കിടപ്പുണ്ട്. അപ്പോൾ ഈ 2നെ നമുക്ക് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ ഇതിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമ്മൾ 2 tan inverse എക്സിൻ്റെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. റിസൾട്ട് അറിയാമെങ്കിൽ അത് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 tan inverseനെ tan inverse 1/2 പ്ലസ് tan inverse 1/2 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിവിടെ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് LHSനകത്ത് എഴുതി. അപ്പോൾ ഈ 2 tan inverse എക്സിൻ്റെ റിസൾട്ട് ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസൾട്ട് അറിയാത്ത കുട്ടികൾ tan inverse എക്സ് പ്ലസ് tan inverse വൈ വെച്ച് ഇത് ചെയ്താൽ മതി. 2 tan inverse 1/2നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. tan inverse 1/2 പ്ലസ് tan inverse 1/2. അതിനുശേഷം നമുക്ക് ആ പഠിച്ച റിസൾട്ട് വെച്ച് tan inverse എക്സ് എ പ്ലസ് tan inverse വൈ വെച്ച് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിന് വീണ്ടും tan inverse 1/7 കൊണ്ട് ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ 2 tan inverse എക്സിൻ്റെ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. 2 tan inverse എക്സ് എന്ന് പറഞ്ഞാൽ tan inverse 2x ബൈ 1 - s². അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ tan inverse 2x അല്ലേ. അപ്പോൾ എന്താ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 1/2 ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു 1/2 ബൈ 1 - x². s²ൻ്റെ സ്ഥാനത്ത് എന്താ എഴുതുന്നത്? 1/2² പ്ലസ് ഇത് tan inverse 1/7 അതുപോലെ എഴുതി. ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക? ഇങ്ങനെ വരും 1/1 മൈനസ് 1/2² എന്ന് പറഞ്ഞാൽ 1/4 വരും. 2ൻ്റെ സ്ക്വയർ 4 വരും. അപ്പോൾ ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്? 1 അതുപോലെ തന്നെ എഴുതിയിട്ട് അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 മൈനസ് 1/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ നമുക്ക് എഴുതുന്നത്? 1/3/4 എന്ന് വരും. 1/3/4 1/3/4 എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചിടാം. അപ്പോൾ എന്താ വരിക? 4/3 എന്ന് വരും. അപ്പോൾ അതാണ് നമ്മൾക്ക് കിട്ടിയത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4/3 എന്ന് വരും. പ്ലസ് tan inverse 1/7. വീണ്ടും നമുക്കിവിടെ ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യാം? tan inverse എക്സ് എ പ്ലസ് tan inverse വൈ. tan inverse എക്സ് പ്ലസ് tan inverse വൈ. എന്താ റിസൾട്ട്? tan inverse എക്സ് പ്ലസ് വൈ ബൈ 1 - xy. അപ്പോൾ ആ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ tan inverse എക്സ് ഇതാ 4/3 പ്ലസ് tan inverse വൈ ഏതാ 1/7. അപ്പോൾ അത് റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് tan inverse എക്സ് പ്ലസ് വൈ. എക്സിൻ്റെ സ്ഥാനത്ത് 4/3 ആണ്. 4/3 പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1/7 ബൈ 1 മൈനസ് ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു. 1 - x ഇൻറ്റു വൈ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4/3 ഇൻറ്റു 1/7. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? 4 × 7 പ്ലസ് 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 1 ബൈ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 7 ഓൾ ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ 3ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 4ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 4 × 1 4 3 × 7 21. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 21. അപ്പോൾ എന്ത് വരും? 21 എന്ന് വരും. മൈനസ് 4 അതുപോലെ എഴുതി
ബൈ 21. അപ്പോൾ മുകളിൽ നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 28, 3 × 1 3 ബൈ 3 × 7 21. അപ്പോൾ ഇവിടെ രണ്ടെണ്ണവും സെയിം ആയിട്ട് വരും നമുക്ക്. അപ്പോൾ 21 സെയിം ആയിട്ട് വരും. അപ്പോൾ എല്ലാ പ്രോബ്ലം ചെയ്താലും ഡിനോമിനേറ്റർ തമ്മിൽ കട്ടായിപ്പം സെയിം ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പോൾ ബാക്കി എന്താ വരുന്നത്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 31 ബൈ 21 മൈനസ് 4 17. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരുന്നു? RHSൽ നമുക്ക് കിട്ടേണ്ട ആൻസർ നമുക്ക് കിട്ടേണ്ടത് tan ഇൻവേഴ്സ് 31/17 എന്നായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്, tan ഇൻവേഴ്സ് 31/17. അപ്പോൾ നമുക്കിത് RHS കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് tan ഇൻവേഴ്സ് 1/5 പ്ലസ് tan ഇൻവേഴ്സ് 1/7 പ്ലസ് tan ഇൻവേഴ്സ് 1/3 പ്ലസ് tan ഇൻവേഴ്സ് 1/8 ഈസ് ഈക്വൽ ടു π/4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് കോട്ട് ഇൻവേഴ്സ് 3x² മൈനസ് 1 ബൈ s³ മൈനസ് 3x ഈസ് ഈക്വൽ ടു 3 കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 3 കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കൊരു റിസൾട്ട് തന്നിട്ടുണ്ട്, കോട്ട് 3θയുടെ റിസൾട്ട് ഇവിടെ നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. റിസൾട്ടും കൂടി നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കോട്ട് ഇൻവേഴ്സ് ആണ്. അപ്പോൾ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആൻസർ ആവും. അപ്പോൾ എക്സിന് കോട്ട് തീറ്റ എന്ന് കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും, ഈ 3 കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് 4 ടൈംസ് ഉണ്ട്, 1 2 3 4. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ഇത് രണ്ടും കൂടി ചെയ്യുന്നു. അപ്പോൾ അതെന്ത് വരും, tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ വെച്ച് ചെയ്യുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ. ഇവിടെ ഒരു ആൻസർ കിട്ടും, ഇവിടെ ഒരു ആൻസർ കിട്ടും. ആ 2 കിട്ടിയ ആൻസറും കൂടി വീണ്ടും നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് π/4 എന്ന് കിട്ടും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ LHS എടുത്ത് എഴുതി ഈ ഒരുമിച്ചങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ. എന്തായിരുന്നു റിസൾട്ട്? എക്സിൻ്റെ സ്ഥാനത്ത് 1/5, വൈയുടെ സ്ഥാനത്ത് 1/7. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, എക്സിൻ്റെ സ്ഥാനത്ത് 1/5 പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1/7 ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1/5 ഇൻറ്റു 1/7 പ്ലസ് ഇവിടെയും കൂടെ നമുക്ക് ഒരുമിച്ച് റിസൾട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് പോകാം. ഇവിടെയും tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ആണ്. അപ്പോൾ എന്ത് വരും, tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, എക്സിൻ്റെ സ്ഥാനത്ത് 1/3 പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1/8 ബൈ 1 മൈനസ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1/3 ഇൻറ്റു 1/8. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം എന്താ കിട്ടുന്നത് നോക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്ത് വരും, ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 7 പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 1 ബൈ 5 ഇൻറ്റു 7 ഓൾ ഡിവൈഡ് ബൈ. ഇവിടെ ഒരു ഇതിൻ്റെ അടുത്ത ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ഇവിടെ 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്, ഇവിടെ ഇൻറ്റു ആണ്. അപ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1 ഇൻറ്റു 1 5 ഇൻറ്റു 7 35. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയും അതേ സ്റ്റെപ്പ് ചെയ്ത് തന്നെ പോവുക. 3 ഇൻറ്റു 1 3 8 ഇൻറ്റു 1 ബൈ 3 ഇൻറ്റു 8. ഇവിടെ നമ്മൾ 1 ഇൻറ്റു 1 3 ഇൻറ്റു 8 24. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ ഒന്നും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 35 എന്താ വരുന്നത്, 35 വരും. അടുത്ത 35 മൈനസ് 1 ബൈ 35. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇവിടെ 1 ഇൻറ്റു 7 പ്ലസ് 5 7ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 വന്നു. ഇവിടെ 5 ഇൻറ്റു 7 35 ഇവിടെ ഡിനോമിനേറ്റർ സെയിം. എല്ലാ പ്രോബ്ലത്തിനും നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടെണ്ണത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരും, കട്ടായിപ്പോവും. ഇവിടെയാണ് 24 കിട്ടിയത്, ഇവിടെ 24, ഇത് രണ്ടും കട്ടായിപ്പോയി. ബാക്കി വരുന്നത് എന്താ, 12 ആണ് മുകളിലുള്ള. 12 ബൈ 35 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 34. ഇവിടെ വരുന്നത് 11 ബൈ 24 മൈനസ് 1 23. അപ്പോൾ ഇതിനി വീണ്ടും നമുക്കിവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഏത് ഫോമിൽ കിടക്കുവാണ്, tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ. ഒരു തവണ കൂടി നമ്മൾ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം, 2 ഉണ്ട്. ഇപ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 17 6/17 എന്ന് വന്നു. എന്നിട്ട് വീണ്ടും tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ tan വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഇവിടെ 6ഉം 23ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, 17ഉം 11ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, 17 ഇൻറ്റു 23. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 11 66 ബൈ 17 ഇൻറ്റു 23. അപ്പോൾ അത് എഴുതി 391 എന്ന് വരും, 391. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 391 മൈനസ് 66 ഓൾ ഡിവൈഡ് ബൈ 391. അപ്പോൾ ഇവിടെ ഇതും 391 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോവും. ബാക്കി എന്താ വരിക, ബാക്കി നമുക്ക് tan ഇൻവേഴ്സ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി,
300 ആഡ് ചെയ്യുമ്പോൾ 325 താഴെ നമുക്കിത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 325. ഈ രണ്ട് നമ്പർ ഇവിടെ കട്ടായി പോയി. ഇവിടെ 1 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 ആണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ടാൻ ഇൻവേഴ്സ് 1 π/4. ഇതായിരുന്നു നമ്മുടെ RHS. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു പ്രൂവ് ചെയ്യാനുള്ള? കോട്ട് ഇൻവേഴ്സ് 3x² - 1/s³ - 3x എന്ന് പറഞ്ഞാൽ 3 കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാനായി. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമ്മൾ LHS എടുത്താണ് ചെയ്യുന്നത്. LHS എടുക്കുന്നു. LHSൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് കോട്ട് തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇത് കോട്ട് ഇൻവേഴ്സിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ എക്സിന് കോട്ട് തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഉള്ള സ്ഥാനത്ത് കോട്ട് തീറ്റ. അപ്പോൾ ഇത് തീറ്റ എന്ന് പറയുമ്പോൾ എന്തുവരും? കോട്ട് ഇപ്പുറത്ത് പോകുമ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ നമ്മൾ LHS എടുത്ത് എഴുതി. LHSനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് കോട്ട് തീറ്റ കൊടുക്കുന്നു. അപ്പോൾ എന്തുവരും? 3x² അല്ലേ? അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ -1 ഇവിടെ s³ അപ്പോൾ എന്താവും? കോട്ട് ക്യൂബ് -3x അപ്പോൾ എന്തുവരും? 3 കോട്ട് തീറ്റ. പക്ഷേ ഈ ബ്രാക്കറ്റുള്ളത് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനകത്ത്. ഈ എക്സ്പ്രഷൻ ഇതിനകത്ത് കിടക്കുന്നത് കോട്ട് 3 തീറ്റയുടെ റിസൾട്ടാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ റിസൾട്ട് അറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ ഇതിന് പകരം കോട്ട് 3 തീറ്റ എന്ന് വന്നു. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സും കോട്ടും കൂടെ വന്നാൽ ഇത് രണ്ടും കൂടി ക്യാൻസലായി പോവും. എന്താ വരുന്നത്? ഇത് മാത്രം 3 തീറ്റ മാത്രം വരും. 3 തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ തീറ്റ കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കുന്നു. ഇതാണ് നമുക്ക് RHS കിട്ടേണ്ടത്. ഇവിടെ ഒന്നുമില്ല, നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എക്സ് സിക്കൽ ടു കോട്ട് തീറ്റ കൊടുക്കുക. കോട്ട് തീറ്റ കൊടുത്തു കഴിയുമ്പോൾ ഈ ബ്രാക്കറ്റിലുള്ളത് കോട്ട് 3 തീറ്റ എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോവും. 3 തീറ്റ എന്ന് വരും. തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ്. നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തീറ്റയുടെ വാല്യൂ എഴുതി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്ത ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന റിസൾട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാനാണ്. പക്ഷേ ഇവിടെ സോൾവ് എന്നാണ് വരുന്നത്. സോൾവ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കാണുക. ഇവിടെ എക്സിൻ്റെ വാല്യൂ കാണുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് സോൾവ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ എടുത്ത് എഴുതി ചെയ്തു പോകണം. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x. അപ്പോൾ ഇത് നമുക്ക് റിസൾട്ട് അറിയാം. എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ആയതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - x ഇൻറ്റു വൈ. അപ്പോൾ റിസൾട്ട് എഴുതി. ഈക്വൽ ടു റൈറ്റ് സൈഡും കൂടി എഴുതി പോകണം. π/4 സോൾവ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ ടാൻ ഇൻവേഴ്സിനെ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ടാൻ ഇൻവേഴ്സ് ഇപ്പോഴത്തെ സൈഡിൽ വരുമ്പോൾ അത് ടാൻ എന്നാവും. ടാൻ π/4 എന്നായി. ടാൻ π/4 നമുക്കറിയാം 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 2x പ്ലസ് 3x. 2xും 3xും കൂടി ആഡ് ചെയ്യുമ്പോൾ 5x. ഇത് 1 - 2 × 3 6. x × x x². 5x ബൈ 1 - s² ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്താ വരുന്നത്? 1 - 6s² എന്ന് വരും. 1 ഇൻറ്റു 1 - 6s². അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യാൻ അറിയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി അല്ലേ? ഇപ്പോൾ 6 - 6s² ആണ്. അതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ 6s² പ്ലസ് ആയി. 5x അവിടെ ഉണ്ട്, അതുപോലെ എഴുതി. ഇനി 1നെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ -1 ആയി. ഈക്വൽ ടു 0. അപ്പോൾ -6s² 1 ഇപ്പുറത്ത് പോയി. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ എന്താ എക്സിൻ്റെ വാല്യൂ കാണുന്നത്? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ എയുടെ സ്ഥാനത്ത് 6, ബിയുടെ സ്ഥാനത്ത് 5, സിയുടെ സ്ഥാനത്ത് -1. അപ്പോൾ അത് വാല്യൂസ് കൊടുക്കുക. വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് -5 പ്ലസ് ഓർ മൈനസ് 7/12 എന്ന് വരും. പ്ലസ് വാല്യൂ എടുക്കുന്ന മൈനസ് വാല്യൂ എടുക്കുന്നു. നമുക്ക് ഇത് ചെയ്യുമ്പോൾ 2 വാല്യൂസ് കിട്ടും. ഇതിനകത്തുനിന്ന് 1/6 കിട്ടും, -1 കിട്ടും. 1/6 എന്നും -1 എന്നും. അപ്പോൾ ഇത് നെഗറ്റീവാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. എക്സിൻ്റെ വാല്യൂ x ഈക്വൽ ടു 1/6 എന്നെടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x ഈക്വൽ ടു 1/6. അപ്പോൾ ഒന്നുകിൽ നമുക്ക് സോൾവ് എന്നും പറഞ്ഞ് തരാം. സോൾവ് എന്നും പറഞ്ഞ് തരുമ്പോൾ ലെഫ്റ്റ് സൈഡ്
ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ എഴുതി പോകണം. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം നമുക്ക്. സോൾവ് 2 tan ഇൻവേഴ്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2 കോസ് എക്സ്. അപ്പോൾ സോൾവ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പം LHSും RHSും ഒരുപോലെ എഴുതി പോകണം. അതായത് ഈ രണ്ട് സൈഡ് എഴുതി പോകണം. അപ്പം നമുക്കറിയാവുന്ന റിസൾട്ടുകളൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് ഏത് ഫോമിൽ കിടക്കും? 2 tan ഇൻവേഴ്സ്, ഇത് എക്സ് എന്നാണ് വിചാരിച്ചാൽ 2 tan ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫോമിൽ കിടക്കുവാണ്. 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാം. എന്താ? 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എസ് സ്ക്വയർ. ഇപ്പോൾ 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഈ 2 അങ്ങ് അകത്തേക്ക് വരും അല്ലേ, 2x ബൈ 1 മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ആണ്. അപ്പോൾ ഈ 2 അകത്തേക്ക് വരുന്നു. അപ്പോൾ എന്താ റിസൾട്ട് എങ്ങനെ വരും? tan ഇൻവേഴ്സ് 2 കോസ് എക്സ് ബൈ 1 മൈനസ് എസ് സ്ക്വയർ. എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? കോസ് എക്സ് അല്ലേ. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡും കൂടെ എഴുതി തന്നെ പോകണം. tan ഇൻവേഴ്സ് 2 കോസ് എക്സ്, അത് അതുപോലെ തന്നെ എഴുതി. ഇവിടെ നമുക്കിത് 2 tan ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫോമിലായിരുന്നു ഇത് കിടന്നത്. അതുകൊണ്ട് നമ്മളിവിടെ റിസൾട്ട് അപ്ലൈ ചെയ്തു. ഈ രണ്ട് സൈഡും tan ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്കിത് ക്യാൻസൽ ആക്കാം. ബാക്കി എന്താ വരിക? ഇത് രണ്ട് ഈക്വൽ എന്നാണ് അർത്ഥം. ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആവണമെന്ന്. ഏതാ? 2 കോസ് എക്സ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സും 2 കോസ് എക്സും സെയിം. ഇത് രണ്ടും ഇതിനകത്തുള്ള ഈ രണ്ടും സെയിം ആകണം. അപ്പോൾ അതെടുത്ത് എഴുതി. അല്ലെങ്കിൽ ഇത് രണ്ടും ക്യാൻസലായി പോകുന്നു ഓർക്കാം. അപ്പോൾ അതെന്താ വരിക? 2 കോസ് എക്സ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് എക്സ് എന്ന് വരും. ഇനി ഇതിനകത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണണം, സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. ഇക്വേഷനാണ് റൈറ്റ് സൈഡിൽ കോമൺ ആയിട്ടുള്ളത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ഇത് കട്ട് ചെയ്തു. ഇവിടെ കോസ് എക്സ് ഉണ്ട്, ഇവിടെയും കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ബാക്കി എന്താ വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഇനി വരുന്നത് 1 ഉള്ളൂ. 1 ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക? 1 വരും. 1 ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ സ്ക്വയർ വരില്ലേ. ഇനി അപ്പുറത്ത് കൊണ്ടുപോകുന്നു. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം ഇതിന് പകരം. ഇപ്പോൾ ഈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സിന് പകരം സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഈക്വൽ ടു 1. ഇനി നമ്മളിതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സിന് ഏതൊക്കെ വാല്യൂസ് ഇടുമ്പോഴാണ് 1 വരുന്നത്? സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1. അതുപോലെ സൈൻ മൈനസ് പൈ ബൈ 2 -1. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് 1 ആകണമെങ്കിൽ എക്സിന് ഏതൊക്കെ കൊടുത്താൽ വാല്യൂ കിട്ടും? പ്ലസ് പൈ ബൈ 2 അല്ലെങ്കിൽ മൈനസ് പൈ ബൈ 2, പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇതാണ്. അപ്പോൾ നമുക്ക് പഠിച്ച റിസൾട്ട് പ്രോപ്പർട്ടി ഇതാണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ ബൈ 2 അല്ലേ. അപ്പോൾ ഇതെങ്ങനെ മാറും? കോസ് പൈ ബൈ 2 എന്ന് വരും. അപ്പോൾ കോസ് പൈ ബൈ 2 എന്ന് വന്നു. കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 0 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ ഓഫ് ബ്രാക്കറ്റിനകത്ത് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെയും എക്സിൻ്റെ വാല്യൂ കാണാനാണ്, സോൾവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ LHSും RHSും ഒരുപോലെ എഴുതി പോകുന്നു. ക്വസ്റ്റ്യൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഈ സൈനിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 1 നമുക്കറിയാം പൈ ബൈ 2 ആണ്. സൈൻ പൈ ബൈ 2 ആണ് 1 വരുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി പൈ ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സൈനിനെ അങ്ങ് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി. ബാക്കി എന്താ വരുന്നത്? സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് വന്നു. അപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 വന്നാൽ ഇവിടെ 1/5 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരണം? 1/5 തന്നെ വരണം. എന്നാലേ പൈ ബൈ 2 വരികയുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു 1/5 എന്ന് നമുക്ക് എഴുതാം. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇവിടെ 1/5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 1/5. എന്നാലേ എന്ത് വരികയുള്ളൂ? പൈ ബൈ 2 വരികയുള്ളൂ. അപ്പം അങ്ങനെയാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ 1/5 എന്ന് കിട്ടിയത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റിസൾട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്.
ഇതുപോലുള്ള 2 റിസൾട്ട് കൂടി നമ്മൾ പഠിച്ചായിരുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2, സീക്ക് ഇൻവേഴ്സ് എക്സ് എ പ്ലസ് കോസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഈ റിസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ബാക്കി 2 എണ്ണം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LHS സൈൻ ഇൻവേഴ്സ് എക്സ് ഇല്ലേ അതിന് y എന്ന് കൊടുക്കുന്നു, സൈൻ ഇൻവേഴ്സ് എക്സിന് y എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ ബാക്കി നമുക്കെല്ലാം ചെയ്യാം. സൈൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, y എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എക്സ് സിക്കൽ ടു അതൊന്ന് എന്തോരും ഇപ്പുറത്ത് പോവും, സൈൻ y എന്ന് വരും. എക്സ് സൈൻ ഇൻവേഴ്സിങ് ഇപ്പുറത്ത് കൊണ്ടുവന്നു, അപ്പോൾ സൈൻ y എന്ന് കിട്ടി. അപ്പോൾ എക്സ് സിക്കൽ ടു ഇനി സൈൻ വൈയെ നമ്മൾ കോസ് എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് മാറ്റുന്നു. നമുക്കറിയാം കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച റിസൾട്ടാണ്. അപ്പോൾ ഈ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈൻ വൈക്ക് പകരം എന്ത് എഴുതാം, കോസ് പൈ ബൈ 2 മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ കോസിനെ ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് സിക്കൽ ടു ഇവിടെ ബാക്കി എന്താ ഉള്ളത്, പൈ ബൈ 2 മൈനസ് വൈ. ഇനി നമ്മൾ ഈ വൈക്ക് പകരം അതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതെന്താവും, മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി, പ്ലസ് ആയി, പ്ലസ് സൈൻ ആയി അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് സിക്കൽ ടു പൈ ബൈ 2 എന്ന് കിട്ടി. ഈ മൈനസ് സൈൻ ഇൻവേഴ്സ് ഈ സ്റ്റേമിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുന്നു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതേ ഉള്ളൂ, എക്സ് സൈൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, y എന്ന് കൊടുക്കുന്നു. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എഴുതുന്നു. അപ്പോൾ സൈൻ എന്നുള്ള റിസൾട്ടിനെ കോസിലേക്ക് മാറ്റുന്നു. അതിനുശേഷം കോസിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് വൈയുടെ വാല്യൂ എഴുതുന്നു. y എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് സിക്കൽ ടു പൈ ബൈ 2. അപ്പോൾ ഇതുപോലെ മറ്റ് റിസൾട്ടുകളും നമുക്ക് പ്രൂവ് ചെയ്യാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇവിടെ നമ്മൾ മൈനസ് വന്നാലും ഇത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ടാൻ ഇൻവേഴ്സ് എക്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇത് റിസൾട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇവിടെ ചെയ്യുന്നതിന് ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിന് എ എന്നും ടാൻ ഇൻവേഴ്സ് വൈക്ക് ബി എന്നും കൊടുക്കുന്നു. അപ്പോൾ അതിനകത്ത് അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, എക്സ് സിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിന് എ എന്നും ടാൻ ഇൻവേഴ്സ് വൈക്ക് ബി എന്നും കൊടുക്കുന്നു. എൻ്റെ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, ഇത് ഇപ്പുറത്ത് പോകുന്നു ടാൻ എ എന്ന്. വൈയുടെ വാല്യൂ ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ ടാൻ ബി. അടുത്തത് നമ്മൾ ചെയ്യുന്ന, നമുക്കൊരു റിസൾട്ട് കഴിഞ്ഞ വർഷം പഠിച്ചത് അറിയണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച റിസൾട്ടാണ് ടാൻ ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഈ പഠിച്ച റിസൾട്ടിൽ നിന്നാണ് നമ്മൾ പ്രൂഫ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ടാൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, നമ്മൾ ടാൻ എക്ക് എന്താണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്, എക്സ് അല്ലേ. ഇവിടെ കൊടുത്തപ്പോൾ എക്സ് എന്ന് കൊടുത്തു, ടാൻ ബിക്ക് വൈ എന്നും കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എക്സ് എന്നും വൈ എന്നും കിട്ടിയില്ലേ, അതെടുത്ത് അങ്ങോട്ട് എഴുതുന്നു. ടാൻ എക്ക് എക്സ്, ടാൻ ബിക്ക് വൈ. അപ്പോൾ എന്തോന്ന്, എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇനി നമ്മൾ ആ ഇവിടുത്തെ ടാനിനെ റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താവുന്നു, ടാൻ ഇപ്പുറത്ത് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് വരും. ഇനി എ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തായിരുന്നു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നും, ബി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ എന്നുമാണ്. അപ്പോൾ എ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ബിക്ക് ടാൻ ഇൻവേഴ്സ് വൈ സിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇങ്ങനെയാണ് പ്രൂഫ് എഴുതുന്നത്. ഇത് എങ്ങനെയാണ് പ്രൂഫ് എഴുതുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച റിസൾട്ട്, ആ റിസൾട്ടിൽ നിന്നാണ് നമ്മളിത് എഴുതുന്നത്. ഓക്കെ, താങ്ക് യു.